ഹലോ ക്രിയേറ്റേഴ്സ്, ഇന്നലെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾക്കൊരു ബഗ് അനുഭവപ്പെട്ടോ? അതായത് ഇന്നലെ വൈകുന്നേരം ഒരു 6 മണി മുതൽ, ഏകദേശം ഒരു 6 മണി മുതൽ ഇപ്പോഴും ശരിയായിട്ടില്ല എന്നുള്ളതാണ്. 24 മണിക്കൂറിനുള്ളിൽ അത് യൂട്യൂബ് ശരിയാക്കും എന്ന് തന്നെ കരുതാം. ചിലർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂസിനെ കാണാൻ കഴിയില്ല, ചിലർക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല, ചിലർക്കാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കാണാൻ പറ്റില്ല, മറ്റു ചിലർക്കാണ് ഈ അവരുടെ മോണിറ്റൈസേഷൻ ചിഹ്നം വരെ കാണാൻ കഴിയുന്നില്ല. എന്ത് പറ്റി ഞങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചിഹ്നം കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യാഘാതം ഏത് രൂപത്തിലാണ് നമുക്ക് എന്നുള്ളത് പറയാൻ പറ്റില്ല. പലർക്കും പല ടൈപ്പിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊന്നും വറീഡ് ആവേണ്ട. നമുക്ക് എന്താണ് ബഗ് എന്നുള്ളത് നേരിട്ട് ഒന്നറിയാം. എന്താണ് ഈ ബഗ്, എന്തുകൊണ്ടാണ് ഈ ബഗ് വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, IT സ്റ്റുഡിയോക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്ന് മാത്രം. ആദ്യമായി നമുക്ക് IT സ്റ്റുഡിയോയിൽ എന്തുകൊണ്ടാണ് ഇത്തരം ബഗുകൾ വരുന്നത് എന്നൊന്ന് നോക്കാം. ഈ ബഗ് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഒന്ന്, സെർവർ അപ്ഡേറ്റ്. യൂട്യൂബ് നിരന്തരം അൽഗോരിതത്തിലും ഫീച്ചറുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഈ മാറ്റം വരുത്തലിന്റെ ഭാഗമായിട്ട് സെർവറിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പിഴവുകളാണ് ഈ ബഗ് എന്ന രൂപത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. ഓക്കെ. 2, ഡാറ്റ ട്രാഫിക് എന്നാണ്. ഈ ഡാറ്റ ട്രാഫിക് എന്ന് പറയുമ്പോൾ ഒരേ സമയം കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ചിലപ്പോൾ ഈ ഡാറ്റ പ്രോസസ്സിംഗിൽ ചെറിയ തടസ്സങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതും നമുക്ക് ഈ ബഗ് ആയിട്ട് അനുഭവപ്പെടാം. ഇനി മൂന്നാമതൊരു ഈ ബഗ് വരാനുള്ള കാരണം എന്നുള്ളത് ആപ്പ് അപ്ഡേറ്റ് എന്ന് പറയാം. അത് നമ്മുടെ ഫോണിലെ പഴയ വേർഷൻ അപ്ഡേറ്റ് ആണ് യൂട്യൂബ് സ്റ്റുഡിയോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ് നമ്മൾ പുതിയ വേർഷൻ എടുത്ത ഉടനെ തന്നെ അതിലെ കോഡിംഗ് പിഴവുകൾ കൊണ്ടൊക്കെ സംഭവിക്കുന്നതാകാം ഈ ബഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ചാൻസസും ബഗ് വരാനുള്ള ഒരു ചാൻസസ് ആണ്. ഇനി ഈ IT സ്റ്റുഡിയോ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയി നോക്കുക. അതായത് നിങ്ങൾ പുതിയ വേർഷൻ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് IT സ്റ്റുഡിയോയിൽ പോയി ചെക്ക് ചെയ്യുക. ഇനി ക്യാഷ് ക്ലിയർ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ക്യാഷ് ക്ലിയർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ക്യാഷ് ക്ലിയർ എന്നാണ് പലരും അത് ഉപയോഗിക്കുന്ന വാക്കുകൾ. ആക്ച്വലി ക്യാഷ് ക്ലിയർ എന്ന് തന്നെയാണ് പറയേണ്ടത് കേട്ടോ. അതൊന്നും എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഈ ക്യാഷ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫോണിലെ സെറ്റിംഗ്സിൽ IT സ്റ്റുഡിയോയിൽ പോയി IT സ്റ്റുഡിയോയുടെ ക്ലിയർ ക്യാഷ് നൽകുന്നത് താൽക്കാലികമായിട്ടൊരു ശമനം കിട്ടാൻ, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടാൻ ഒരു മാർഗമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്തത് ബ്രൗസർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ IT സ്റ്റുഡിയോ ഇപ്പൊ നോർമലായി IT സ്റ്റുഡിയോ മൊബൈൽ വെർഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ക്രോം ബ്രൗസറിൽ പോയി IT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റ് വഴി നിങ്ങൾ കയറുക എന്നുള്ളതാണ്. ഇത് ബൈ ഡിപ്പെൻഡ് ആണ്. അതായത് ഒരുപക്ഷെ മൊബൈൽ വെർഷനിൽ നമുക്ക് ബഗ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഡെസ്ക്ടോപ്പിൽ ചിലപ്പോൾ ഇല്ലാതിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞത് എന്നുള്ളതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇത്തരം ബഗുകളൊക്കെ വരുമ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. എല്ലാവരുടെയും സംശയം അതാണ്. തീർച്ചയായിട്ടും ഇത്തരം ബഗുകൾ വരുമ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കലാണ് ഏറ്റവും നല്ല കാര്യം എന്നുള്ളത്. ഇനി നമുക്കൊരു സെക്കൻഡ് ഓപ്ഷൻ എന്നോണം നമുക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം വീഡിയോസ് എന്നുള്ളത്. നമുക്ക് ഏകദേശം 24 മണിക്കൂറിന് ശേഷം എന്നുള്ള ഇതെടുത്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാളത്തേക്ക് നീട്ടി വെക്കുക എന്നുള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത്, കാരണം ഈ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ബഗ്ഗിങ്ങിന്റെ പ്രതിഫലനമായിട്ട് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ പോകാനോ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്താനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാതിരിക്കൽ തന്നെയാണ് നല്ലത്. ഒരു പക്ഷെ നമ്മൾ ഒരേ വീഡിയോ തന്നെ 3-4 പ്രാവശ്യം അപ്ലോഡ് ചെയ്യാൻ ചില ബഗ്ഗിങ്ങിൽ അങ്ങനെയും സംഭവിക്കാറുണ്ട്. കാരണം അപ്ലോഡ് ആവുന്നില്ല എന്ന് കരുതി നമ്മൾ അടുത്ത വീഡിയോസും ചെയ്യും. അപ്പോൾ ഈ ഇട്ട വീഡിയോസ് തുടർച്ചയായിട്ട് ഇങ്ങനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ചെയ്യും. ഈ ഡിലീറ്റിങ്ങും നിങ്ങളുടെ ട്രാഫിക്കിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഒരു ബഗ്ഗിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെയ്യേണ്ടത് കുറച്ച് സമയത്തേക്ക് IT സ്റ്റുഡിയോ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതോ, അല്ലെങ്കിൽ നേരെ അപ്ലോഡിൽ ഇട്ടിട്ട് ശേഷം ഈ ഒരു 24 hours ഒക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. IT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് നിങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ സമയത്തേക്ക് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക എന്നുള്ളത്. എന്നിട്ട് അത് പബ്ലിക് ആക്കണമോ വേണ്ടോ എന്നുള്ളത് അപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം 24 മണിക്കൂറിന് ശേഷം. ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പാനിക് ആകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസിന്റെ വാച്ചിങ് അവറിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അതിന്റെ വ്യൂസിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അതിന്റെ ഇൻകത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അത് ചിലപ്പോൾ വൈകിയേക്കാം. അപ്പൊ ഈ ബഗ്ഗിന്റെ ഭാഗമായിട്ടാണ് ഇത് വൈകുന്നത്. ഇൻകം കാണാനും അല്ലെങ്കിൽ വാച്ചിങ് അവർ കാണാനും എന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ വ്യൂസിനെ കാണാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഇതിന്റെ ഭാഗമാണെന്നുള്ളത് തിരിച്ചറിയുക. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളൊരു ബഗ് വന്നാൽ ഇത് ഇടക്കിടക്ക് പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബ് കൊണ്ടുവരുമ്പോൾ ഇടക്കിടക്ക് ഇത് സംഭവിക്കാറുള്ളതാണ്. ഓക്കെ, ഈ സമയത്താണ് നിങ്ങൾ പലപ്പോഴും പല യൂട്യൂബേഴ്സിനും വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ YT സ്റ്റുഡിയോ വർക്ക് ആവുന്നില്ല, വീഡിയോസ് അപ്ലോഡ് ആവുന്നില്ല, ക്യാഷ് വന്നത് കാണുന്നില്ല, ഒരുപക്ഷെ മോണിറ്റൈസേഷൻ ബട്ടൺ വരെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പാനിക് ആവുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത് ഒരിക്കലും വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ബഗ്ഗിങ്ങിന്റെ ഒരു ഇതായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ വർക്കുകളും നമ്മൾ ഇവിടുന്ന് ചെറിയൊരു പേയ്മെന്റോട് കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. യൂട്യൂബ് പരമായിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ ചോദിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ചോദിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ എന്നെ ബന്ധപ്പെടാം, വാട്സപ്പ് വഴി ബന്ധപ്പെടാം. ഓക്കെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.